നമസ്കാരം. പ്രധാന വാർത്തകൾ. പുലിപ്പേടി മാറാതെ പെരിന്തൽമണ്ണ മണ്ണാർമല നിവാസികൾ. സ്ഥിരമായി ഇറങ്ങുന്ന പുലിയെ മയക്കുവെടി വയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. നിലമ്പൂർ സൗത്ത് DFO കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തി. കോങ്ങാട് മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രക്ഷോഭത്തിൽ. തച്ചമ്പാറയിൽ ഏകദിന ഉപവാസം നടത്തി. 25ഓളം വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഓണം വിപണികളിൽ പരിശോധന ശക്തമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, ബേക്കറികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന. അങ്ങാടിപ്പുറത്ത് റോഡിലെ കുഴികളടയ്ക്കൽ പ്രവൃത്തികൾ വൈകുന്നു. മഴയെ പഴിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥർ. കുഴികളുടെ എണ്ണം കൂടുമ്പോൾ ഗതാഗത കുരുക്കും നീളുന്നു. ദുരിതം സഹിക്കുകയല്ലാതെ എന്തു ചെയ്യുമെന്ന് യാത്രക്കാർ. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ വികസനം പഠിക്കാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം. 40 അംഗ സംഘമാണ് പഞ്ചായത്തിലെത്തിയത്. പഞ്ചായത്തിൽ വിവിധ സ്ഥാപനങ്ങളും പദ്ധതികളും സംഘം വിലയിരുത്തി. വിശദമായ വാർത്തകൾ നോക്കാം. പുലിയെ സ്ഥിരമായി കാണുന്ന പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പുലിയെ മയക്കുവെടി വയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. പൗരസമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ സൗത്ത് DFO കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മണ്ണാർമലയിലെ ജനവാസ മേഖലയിലും പ്രധാന സഞ്ചാരപാതയായ മാട് റോഡിലും നിരവധി തവണ പുലിയെ കണ്ടിട്ടും തക്കതായ നടപടികൾ എടുക്കാതെ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ആക്രമണ ഭീഷണി ഉയർത്തുന്ന പുലിയെ പിടികൂടാൻ മയക്കുവെടി വയ്ക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രശ്നം ഉയർത്തി പൗരസമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ സൗത്ത് DFO കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പൗരസമിതി ചെയർമാൻ K. ബഷീർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഹൈദർ തോരപ്പ, കൺവീനർ CP റഷീദ്, ട്രഷറർ ഉമ്മർ കോഴിശ്ശേരി, CP അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. പട്ടിക്കാട് ചുങ്കത്തും മാട് ഭാഗത്തും പുലി റോഡ് മറികടന്നപ്പോൾ ബൈക്ക് യാത്രികർ വീണ് പരിക്കേറ്റിരുന്നു. ഈ മേഖലയിലെ യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് പുലി. പട്ടിക്കാട്, മുള്ളിയാക്കുറിശി, വലമ്പൂർ, വേങ്ങൂർ, പൊന്നിയാക്കുറിശി, ഈസ്റ്റ് മണ്ണാർമല തുടങ്ങിയ ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായി റിപ്പോർട്ടുണ്ട്. പുലിയെ എത്രയും വേഗത്തിൽ പിടികൂടാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും പുലിയെ മയക്കുവെടി വയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാലിന് പൗരസമിതി നിവേദനം നൽകി. 1972 കേന്ദ്ര വനം വന്യജീവി നിയമം കാലഹരണപ്പെട്ടതാണെന്നും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ നിയമം പരിഷ്കരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോങ്ങാട് മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രവർത്തകർ തച്ചമ്പാറയിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ഉപവാസം ഉദ്ഘാടനം ചെയ്തു. 25ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. തച്ചമ്പാറ ടൗണിൽ നടത്തിയ ഏകദിന ഉപവാസത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. 1963 ആരംഭിച്ച കാഞ്ഞിരപ്പുഴ ഡാം കമ്മീഷൻ ചെയ്യുക, തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ പഞ്ചായത്തുകളുടെ അധികാരം പുനഃസ്ഥാപിക്കുക, പാലക്കയത്തുള്ള തച്ചമ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി ഉയർത്തുക, തച്ചമ്പാറ കണ്ണോട് പള്ളിക്കുറുപ്പ് പാലം ഉടൻ യാഥാർത്ഥ്യമാക്കുക, തൊഴിലുറപ്പ് മേഖലയിലെ അനാസ്ഥ അവസാനിപ്പിക്കുക, തുപ്പനാട് ഇറിഗേഷൻ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുക തുടങ്ങി 25ഓളം വിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡല പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KC ജോബി ജോൺ, സിർലി ജോസ്, കുര്യാക്കോസ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം വത്സൻ, ശിവരാജേഷ്, ജോർജ് തച്ചമ്പാറ, UDF കോങ്ങാട് നിയോജകമണ്ഡലം ചെയർമാൻ P. ശശികുമാർ, മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് നിസാമുദ്ദീൻ പൊന്നങ്ങോട് എന്നിവർ പ്രസംഗിച്ചു. സഹകരണ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ തകർക്കുന്ന ഇടതു സർക്കാർ നയങ്ങൾ പിൻവലിക്കുക, സഹകരണ സംഘങ്ങളോടുള്ള സഹകരണ വകുപ്പിന്റെ നിഷേധാത്മക നിലപാട് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയായി നല്ല രീതിയിൽ ക്രിയാത്മകമായ സംഭാവനകൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മേഖലയാണ്. ജനങ്ങൾ വളരെ ആവേശത്തോടുകൂടി പരിപോഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സഹകരണ മേഖല. കാരണം അവരുടെ ഏത് ആവശ്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന, സഹായം ചെയ്യുന്ന ബാങ്കുകളായാലും ശരി, സഹകരണ സ്ഥാപനങ്ങൾ അവർക്ക് വേണം. അത് കല്യാണ ആവശ്യമായാലും ശരി, മറ്റ് വിദ്യാഭ്യാസ ആവശ്യമായാലും ശരി, കാർഷിക മേഖലയിലും എന്താവശ്യങ്ങൾക്കും അവർ കൃത്യമായി ഓടി വരുന്നത് സഹകരണ മേഖലയിലെ ബാങ്കുകളിലാണ്. അത് കൃത്യമായി അവർക്ക് സാധിച്ചു കൊടുക്കുകയും
അതുകൊണ്ട് തന്നെ ആ സഹകാരികൾ ഈ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുണ്ട്. താലൂക്ക് പ്രസിഡന്റ് NK റാസി അധ്യക്ഷത വഹിച്ചു. KR നാരായണസ്വാമി, രഞ്ജിത്ത്, സഞ്ജയ് ലുജിന, ഉഷ, സക്കീർ വി, N ഗോപകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 3 തവണ മഴ ചതിച്ചു. അങ്ങാടിപ്പുറത്തെ റോഡിലെ കുണ്ടും കുഴികളും അടയ്ക്കൽ പ്രവൃത്തികൾ വൈകുന്നു. റോഡ് തകർന്നത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന ഭാവത്തിൽ ദുരിതം അനുഭവിച്ച് തീർക്കുകയാണ് ജനങ്ങൾ. ശക്തമായ മഴ പെയ്യും. ഇടയ്ക്ക് പോലീസ് ഇടപെട്ട് റോഡിലെ കുഴികൾ അടയ്ക്കും. പിന്നെയും മഴ വരും. വീണ്ടും കുഴികൾ രൂപാന്തരപ്പെടും. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മേൽപ്പാലത്തിലും വലിയ കുഴികളാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. പാതാളം വരെ പോകുമോ ഈ കുഴികൾ? MLA മഞ്ഞളാംകുഴി അലി ആദ്യം ദേശീയപാത അധികൃതരോട് പറഞ്ഞു. മഴ മാറിയാൽ കുണ്ടും കുഴികളും അടയ്ക്കുമെന്ന അധികൃതരുടെ മറുപടി. വീണ്ടും മഴ പെയ്തു. പ്രവൃത്തികൾ നടക്കാതെ പോയി. സഹികെട്ട് വീണ്ടും MLA മലപ്പുറത്ത് ദേശീയപാത വിഭാഗം എഞ്ചിനീയറെ ഉപരോധിച്ചു. മഴ പെയ്തൊഴിഞ്ഞാൽ അറ്റകുറ്റപ്പണികൾ നടത്താമെന്നായി എഞ്ചിനീയർ. വീണ്ടും മഴ ചതിച്ചു. കുണ്ടും കുഴികളും അടയ്ക്കുന്ന പ്രവൃത്തികൾ നീണ്ടുപോയ സാഹചര്യത്തിൽ UDF ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധമുയർന്നപ്പോൾ മഴ മാറിയ ഉടനെ അടയ്ക്കാമെന്ന അധികൃതർ ഉറപ്പു നൽകി. വീണ്ടും തുടർച്ചയായ ദിവസങ്ങളിൽ മഴ. ഇപ്പോൾ റോഡിൽ വൻ ഗർത്തങ്ങൾ രൂപാന്തരപ്പെട്ട് ഗതാഗതം ദുസ്സഹമാണ്. പോരാത്തതിന് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കും. ദേശീയപാതയുടെ മറ്റു ഭാഗങ്ങളിൽ റോഡിലെ കുണ്ടും കുഴികളും അടയ്ക്കുന്ന പ്രവൃത്തികൾ ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു. അങ്ങാടിപ്പുറത്തോടും പെരിന്തൽമണ്ണയോടും അധികൃതർ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇനി ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ഭാവത്തിൽ ദുരിതം അനുഭവിക്കാനാണ് ജനങ്ങളുടെ വിധി. ഓണത്തിന് മുന്നോടിയായി വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധന തുടരുന്നു. പ്രധാനമായും മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, ബേക്കറികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഓണക്കാല പരിശോധന ശക്തമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കഴിഞ്ഞ ദിവസം തരൂർ, പട്ടാമ്പി, ചിറ്റൂർ, തൃത്താല എന്നീ 4 സർക്കിളുകൾക്ക് കീഴിലായി 51 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. ഓരോ സ്ഥാപനങ്ങൾക്ക് വീതം തിരുത്തൽ നോട്ടീസും കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി. ചിറ്റൂർ, തൃത്താല സർക്കിളുകൾ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ചേർന്ന് സംയുക്തമായാണ് പരിശോധന സംഘടിപ്പിച്ചത്. 4 സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. ഒരു സ്ഥാപനത്തിന് മെച്ചപ്പെടുത്താൻ നോട്ടീസ് നൽകുകയും ചെയ്തു. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ ഹാസില അറിയിച്ചു. പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ 18ാം വാർഷികം ആഘോഷിച്ചു. ആഘോഷ പരിപാടികൾ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പദ്ധതി ഒറ്റക്കെട്ടായ സഹകരണത്തിന്റെ വിജയമാണെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പുലാമന്തോളിൽ ജനകീയ കൂട്ടായ്മയിൽ 2003 രൂപീകരിച്ച പുലാമന്തോൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ നേതൃത്വത്തിൽ സാധാരണക്കാരുടെ നിക്ഷേപം സ്വരൂപിച്ച് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. 2007 പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ പ്രവർത്തനം 18 വർഷം പിന്നിട്ടു. 18ാം വാർഷിക ആഘോഷം മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്കെട്ടായ സഹകരണത്തിന്റെ വിജയമാണ് പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പദ്ധതിയെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കൂട്ടായ്മ മാതൃകയാണെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. കൂട്ടായ്മയിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ്, പല മേഖലകളിലുമുള്ളവരാണ്. ആ വ്യത്യസ്തതയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ അവരൊറ്റക്കെട്ടായി ഏകാഭിപ്രായക്കാരായി ഇതിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർ സൂചിപ്പിച്ചു. അതിൻ്റെ ഫലമായി അപശബ്ദങ്ങളില്ലാതെ, വാക്കുതർക്കങ്ങളില്ലാതെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതി മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയം. ഇത് ഒരു മാതൃകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാത് പ്രദേശത്തുള്ള ജനങ്ങൾ സഹകരിച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇതുപോലെ നടത്താൻ സാധിക്കും. ആ സഹകരണത്തിൻ്റെ ബലത്തിൽ അസാധ്യമാണെന്ന് കണ്ടിരുന്ന പല കാര്യങ്ങളും സാധ്യതമാക്കി തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് നൽകുന്ന പാഠം. അത് ഒരു മാതൃകയാണ്. മുൻ ചീഫ് ടൗൺ പ്ലാനർ KV അബ്ദുൽ മാലിക്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് V ഗോപിനാഥൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു.
കമ്പനി ഓഹരി ഉടമകളിലെ മുതിർന്ന അംഗങ്ങളെ നജീബ് കാന്തപുരം MLA ആദരിച്ചു. MLA പ്രഭാഷണവും നിർവഹിച്ചു. ഈ സംരംഭത്തെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് മാത്രമായി കാണാനാവില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും MLA പറഞ്ഞു. നമുക്ക് ഏതൊരു കാര്യവും എങ്ങനെയാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വപ്നങ്ങൾ അനവധി ഉണ്ടായതുകൊണ്ട് മാത്രം അത്ഭുതങ്ങൾ ഉണ്ടാവില്ല. ആ സ്വപ്നങ്ങളെ മെറ്റീരിയലൈസ് ചെയ്യാനുള്ള കഠിനാധ്വാനം അത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യവുമല്ല. ഒരുപാട് ക്ഷമ വേണം, ഒരുപാട് കാത്തിരിപ്പ് വേണം, ഒരുപാട് കാലത്തെ നിരന്തരമായിട്ടുള്ള ഉത്സാഹം വേണം. അതെല്ലാം സമ്മേളിച്ചുകൊണ്ടാണ് ഹനീഫ്ക അവിടെ ചിരി തൂകി നിൽക്കുന്നുണ്ട് ഇത് സാധ്യമായത് എന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ ഉണ്ടാവും. ആർക്കും ഒരു എതിർപ്പും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ ലോകത്തൊന്നും നടന്നിട്ടില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും ലളിതമായ കാര്യം. ഇപ്പോഴത്തെ ഒരു ഓൺട്രപ്രണർഷിപ്പ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും സ്റ്റാർട്ടപ്പുകളാണ്. സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുന്ന ചെറുപ്പക്കാർക്ക് നമ്മൾ വലിയ ഫണ്ടേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ തോതിലുള്ള ബൂമുണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃകയായിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തെ കാണുന്നത് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുക. കാരണം നിങ്ങൾ ഇത്ര വേഗം ROI അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത്. 4 വർഷം കൊണ്ട് 150% വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ ROI ആണ്. അത് വലിയ റിട്ടേൺ ആണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയ ആശയമായി ഈ ഐഡിയയുടെ ബലമാണത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് ഇനിയും ഞാൻ പറയുന്നത് കുറച്ചുകൂടി നിങ്ങളിനി ഈ കമ്പനി ഓൺട്രപ്രണർഷിപ്പ് മേഖലയിലേക്കും കടക്കണം. പുതിയ ചെറുപ്പക്കാർക്ക് ഐഡിയ ഉള്ള ചെറുപ്പക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാനും അത്തരം കാര്യങ്ങൾക്ക് കൂടി നമ്മൾ മുൻകൈ എടുക്കണം. കേവലം ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനപ്പുറത്തേക്കുള്ള അനന്തമായ സാധ്യതകളുള്ള ഒരു നാടാണ് നമ്മുടേത് എന്ന തിരിച്ചറിവോടെ നമുക്ക് മുന്നോട്ട് പോകാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ കമ്പനി ഡയറക്ടർമാർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സൗമ്യ, മുൻ MLA CP മുഹമ്മദ് എന്നിവർ ഷെയർ ഉടമകൾക്ക് സ്നേഹോപഹാരം കൈമാറി. സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ടാണ് പുലാമന്തോൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുന്നതെന്ന് മുൻ MLA CP മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. പുലാമന്തോളില് ഒരത്ഭുതം പോലെ ഭാവനാസമ്പന്നരായ 19 പേര് തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് 67 പേരിലെത്തി. അതിന് 18 വയസ്സ് തികഞ്ഞ് പ്രായപൂർത്തിയായി നിറയൗവനം നേടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ചതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ അത് സത്യസന്ധതയും ആത്മാർത്ഥതയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവുമാണ്. ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ആക്ഷേപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കണക്ക് നോക്കുമ്പോൾ വറുക്കലും പൊരിക്കലും, കണക്കപ്പിള്ളയുടെ വീട്ടിൽ വറുക്കലും പൊരിക്കലും, കണക്ക് നോക്കുമ്പോൾ കരച്ചിലും പിഴിച്ചിലും എന്ന് ഒരു ഉപമയുണ്ട്. സത്യസന്ധമായി ധനകാര്യം കൈകാര്യം ചെയ്യാൻ പല സ്ഥാപനങ്ങൾക്കും കഴിയാറില്ല. പക്ഷേ കഴിഞ്ഞ 18 വർഷമായി ഒരു പരാതിയുമില്ലാതെ ഇതിൻ്റെ ഷെയർ ഹോൾഡർമാർക്കോ നാട്ടുകാർക്കോ ഒരാക്ഷേപവുമില്ലാതെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്വം. പണം മുടക്കിയവർക്ക് ലാഭം കിട്ടണം, പക്ഷെ നാടിന് ഉപകാരവും വേണം. വാഴ നനയുമ്പോൾ ചീരയും നനയും എന്നുള്ള ഒരു ഉപമ പോലെ ഇത് രണ്ടും കൂടി നന്നായി നടക്കുമ്പോഴേ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോവുകയുള്ളൂ. പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് ചെയർമാൻ VP മുഹമ്മദ് ഹനീഫ ആമുഖ പ്രഭാഷണം നടത്തി. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ചെയർമാൻ ഡോക്ടർ VM വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KT ജമാൽ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. കോംപ്ലക്സിൽ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ചന്ദ്രമോഹൻ വിവരിച്ചു. കോംപ്ലക്സ് കമ്മിറ്റി വൈസ് ചെയർമാൻ സലീം കുരുവമ്പലം, E രാജേഷ്, VT സോഫിയ, ഷിബു ചെറിയാൻ, P ഗോപാലൻ, KT ഇസുദ്ദീൻ, ഹംസ പാലൂർ, K വേലപ്പൻ, അസീസ് എർബാദ്, V ഗോപിനാഥൻ, K വിജയകുമാർ, PT ബാബുരാജൻ, KU ബീന, M ചിത്ര, N ദീപ, TV രാജേഷ്, KP അഹമ്മദ് ഖുറേഷി, കക്കാട്ട് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. 2007 മെയ് 27 പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത്.
ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകണമെന്ന ഉദ്ദേശത്തോടെ കമ്പനി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. സബ് ട്രഷറി, ഗ്രാമ ന്യായാലയ കോടതി, KSFE ശാഖ, ഗ്രാമീൺ ബാങ്ക്, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, പോസ്റ്റ് ഓഫീസ്, ത്രിപാണി സൂപ്പർ മാർക്കറ്റ്, അക്ഷയ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് കോംപ്ലക്സിൽ കൊണ്ടുവന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും പഴം, പച്ചക്കറി, മത്സ്യ, മാംസ മാർക്കറ്റും പ്രവർത്തിച്ചു വരുന്നു. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാനും സാധിച്ചു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ വികസനം പഠിക്കാൻ കിലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ 40 അംഗ സംഘമെത്തി. പഞ്ചായത്ത് ലേണിംഗ് സെന്ററിന്റെ ഭാഗമായാണ് സന്ദർശനം. തേനി, തൂത്തുക്കുടി, കമ്പം ജില്ലകളിലെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഓവർസിയർ, പ്രൊജക്ട് ഓഫീസർമാർ എന്നിവരാണ് പഠന സംഘത്തിൽ ഉണ്ടായിരുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രം, കൃഷിഭവൻ, LSGD, CDS, ആയുർവേദ ഡിസ്പെൻസറി, BRC, സ്നേഹാലയം എന്നിവയും സന്ദർശിച്ചു. കില ഫാക്കൽറ്റിമാരായ രാമകൃഷ്ണൻ, ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക, വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി S. വിദ്യ, മെഡിക്കൽ ഓഫീസർ S. അനിജ, സുധാ രാമകൃഷ്ണൻ, ഡോക്ടർ ശരത്ത്, നഴ്സിംഗ് അസിസ്റ്റന്റ് അനിത, CT സുബ്രഹ്മണ്യൻ, KV ദേവിക, P. ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിൻ്റെയും ആരോഗ്യ സ്ഥാപനത്തിൻ്റെയും പ്രവർത്തനം, സേവനം, ക്ലിനിക് മികവിന് ലഭിച്ച ദേശീയ അംഗീകാരങ്ങൾ, മറ്റ് പുരസ്കാരങ്ങൾ എന്നിവ സംബന്ധിച്ചും സംഘത്തിന് വിശദീകരിച്ചു നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരള കർഷക സംഘം ചെർപ്പശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ PA ഉമറിനെയും മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട ദീപയെയും ചടങ്ങിൽ അനുമോദിച്ചു. സഹകരണ മേഖലയിലെ മികച്ച സംഭാവനയ്ക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ബഹുമതിയായ റോബർട്ട് ഓവൻ പുരസ്കാരത്തിന് അർഹനായ കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടിയിലെ മുതിർന്ന മെമ്പറുമായ PA ഉമറിനെയും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുത്ത വല്ലപ്പുഴ കൃഷി ഓഫീസർ UV ദീപയെയുമാണ് കർഷക സംഘം ചെർപ്പശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ചെർപ്പശ്ശേരി അർബൻ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആശയം രൂപീകരിച്ച ഇംഗ്ലീഷുകാരനായ റോബർട്ട് ഓവന്റെ പേരിൽ ഒരു പുരസ്കാരം തീരുമാനിക്കുകയും ആ പുരസ്കാരം ഉമർക്ക് നൽകി ആദരിക്കുകയും ചെയ്യുക എന്ന് പറയുക അത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ആദരവായി മാറുകയാണ്, ഏറ്റവും അർത്ഥപൂർണമായ ഒരു കാര്യമായി മാറുകയാണ്. 1960കളുടെ അവസാനത്തോടെയാണ്, അല്ലെങ്കിൽ 60കളിലാണ് ഉമർക്ക് ചെർപ്പശ്ശേരിയിലേക്ക് വരുന്നത്. ചെർപ്പശ്ശേരിയുമായി ചെറിയ നിലയിലുള്ള ബന്ധം വെച്ച് തുടങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് C. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി NK രാജൻ, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ്, PK ബഷീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റപ്പാലം NSS താലൂക്ക് യൂണിയന്റെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. താലൂക്ക് സമ്മേളനവും നടത്തി. വിളക്കിന് മുന്നിൽ 14 സമുദായ സ്നേഹികൾ പ്രതിജ്ഞ ചെയ്ത് തുടങ്ങിയ മഹത്തായ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ NSSന് എഴുതാൻ ഒരു കടലാസോ, എഴുതാൻ പേനയോ, ഇരിക്കാൻ ഒരു കസേരയോ ഇല്ലാതിരുന്ന അവസരത്തിൽ നിന്നും ഇന്ന് നൂറുകണക്കിന് സ്കൂളുകളും പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ്, കുറിച്ചി ഹോമിയോ മെഡിക്കൽ കോളേജ്, പന്തളം ആയുർവേദ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി കോളേജുകൾ. NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ P. നാരായണൻ പ്രതിമാ സമർപ്പണം നിർവഹിച്ചു. പ്രതിമാ സമർപ്പണത്തിന് ശേഷം നടന്ന താലൂക്ക് സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് അംഗവും ചേർത്തല യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. നാരായണൻ അധ്യക്ഷനായി. കരയോഗൻ രജിസ്ട്രാർ VV ശശിധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി.
താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ, സെക്രട്ടറി KB ജയചന്ദ്രൻ, വനിതാ യൂണിയൻ സെക്രട്ടറി P പുഷ്പലത, VR ഷിബിൻ എന്നിവർ സംസാരിച്ചു. സമുദായ അംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കാരുണ്യവർഷം പദ്ധതിയുടെ പ്രഖ്യാപനവും യോഗത്തിൽ നടത്തി. താലൂക്കിലെ 165 കരയോഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പാലക്കാട് ജില്ലാ സമ്മേളനം വാണിയംകുളത്ത് നടന്നു. വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ചെയ്ത കാലം എന്ന് പറയുന്നത് ഒട്ടേറെ സങ്കീർണതകളുള്ള ഒരു കാലമാണ്. എല്ലാ സമ്മേളനങ്ങളിലും എല്ലാ കാലത്തും പറയുന്നത് പോലെയുള്ള സങ്കീർണതകൾക്കപ്പുറത്ത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ വലിയ തോതിലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സമ്മേളനം ചെയ്യുന്നത് എന്ന് കാണാം. ഈ മാസം ആഗസ്റ്റിലെ അവസാന ദിവസമാണ്. ആഗസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്ത മാസമാണ് ആഗസ്റ്റ്. KCEU ജില്ലാ പ്രസിഡന്റ് N രാജേഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KK സുരേഷ് കുമാർ റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ PS ജയചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ, ഒറ്റപ്പാലം ഡിവിഷൻ പ്രസിഡന്റ് S കൃഷ്ണദാസ്, സെക്രട്ടറി K ഭാസ്കരൻ, KCEU സംസ്ഥാന സെക്രട്ടറി സുനിൽകുമാർ, വൈസ് പ്രസിഡന്റുമാരായ വാസുദേവൻ, രവീന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബബിത, N ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനവും നിമഞ്ജന ഘോഷയാത്രയും നടന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പട്ടാമ്പിയിൽ ഗണേശോത്സവം സംഘടിപ്പിച്ചത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗണേശ ഘോഷയാത്രകൾ മേലെ പട്ടാമ്പിയിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ RSS ഗണ്ട് സംഘ് ചാലക് VV രവീന്ദ്രനാഥ് ഭദ്രദീപം തെളിയിച്ചു. തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗണേശോത്സവം വലിയ രീതിയിൽ ആഘോഷം തുടങ്ങിയ സമയത്ത് ആദ്യമായി ഒറ്റപ്പാലത്തെ ചടങ്ങിൽ ചെല്ലുമ്പോൾ അന്നവിടെ അത്ര വലിയ കൂട്ടമല്ലായിരുന്നു. പക്ഷെ ആ വർഷത്തെ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചത് അടുത്ത വർഷം ഇതേ വേദിയിൽ, അന്ന് എനിക്ക് തോന്നി ഞാൻ മാളികപ്പുറം ചെയ്തിട്ടില്ല, ഇതേ വേദിയിലേക്ക് വരാനൊരു ഭാഗ്യം എനിക്ക് കിട്ടട്ടെ, അന്ന് ഇതിലും വലിയൊരു ജനാവലിയോടെ എത്തണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുള്ള വർഷം മാളികപ്പുറം റിലീസാവുന്നു. ഞാനും ഉണ്ണിയും ദേവനന്ദ അടക്കമുള്ള ഒരു ചടങ്ങിന് ചെല്ലുമ്പോൾ അന്ന് ശരിക്കും ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് നിറഞ്ഞു കവിഞ്ഞ് അത്രയും വലിയൊരു ക്രൗഡിന്റെ മുന്നിലാണ് ഗണേശോത്സവം ആഘോഷിച്ചത്. അതേപോലെ ഞാൻ പറയുന്നു, പട്ടാമ്പിയുടെ ഈ മണ്ണിലേക്ക് അടുത്ത വർഷം തീർച്ചയായിട്ടും എനിക്ക് വരാനൊരു ഭാഗ്യം കിട്ടുവാണെങ്കിൽ അന്ന് ഈ ഒരു ടൗൺ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ചടങ്ങായി അത് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ സംവിധായകൻ ശ്രീദേവ് കപൂർ മുഖ്യാതിഥിയായി. NK രജിൻ കൃഷ്ണൻ, NP മുരളീധരൻ, P ശിവദാസൻ, ചന്ദ്രൻകുട്ടി, രമേശൻ കാങ്കലത്ത്, KC സുരേഷ് ബാബു, മോഹനൻ എമ്രാന്തിരി, P സുധാകരൻ, P പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയും നടന്നു. ഭാരതപ്പുഴയിൽ വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്തു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ അഴുക്കുചാൽ നിർമ്മാണത്തിലെ അപാകത മൂലം ദുരിതത്തിലായി ഒരു കുടുംബം. തിരുവാഴിയോട് സ്വദേശി ബിന്ദുരാജിന്റെ കുടുംബമാണ് മലിനജലം ഒഴുകിയെത്തുന്നത് മൂലം ദുരിതത്തിലായിരിക്കുന്നത്. തിരുവാഴിയോട് ബിന്ദുരാജിന്റെ വീടിന് സമീപത്തിലൂടെയാണ് വർഷങ്ങളായി അഴുക്കുചാൽ ഒഴുകിയിരുന്നത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ നിന്നും നേരിട്ട് മണ്ണാർക്കാട് റോഡിലേക്ക് വെള്ളം ഒഴുകി വന്നിരുന്നത് ഈ ചാലിലൂടെ ആയിരുന്നു. ഇപ്പോൾ പാലക്കാട് റോഡിന് സമീപത്തായി പുതിയ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും എത്തിയപ്പോൾ വെള്ളച്ചാൽ മതിൽ കെട്ടി അടച്ചുവെന്നാണ് പരാതി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയോടൊപ്പമുള്ള അഴുക്കുചാലിലെ പണി തിരുവാഴിയോട് ജംഗ്ഷനിൽ മണ്ണാർക്കാട് റോഡിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. ഹോട്ടലുകളിൽ നിന്നും മറ്റുമുള്ള മലിനജലം അഴുക്കുചാലിലൂടെ ഒഴുകിയെത്തുന്നുണ്ടെന്ന് ബിന്ദുരാജ് പറയുന്നു. ഇത് വീടിന് സമീപത്തായി തുറന്നുവിട്ടിരിക്കുകയാണ്. മഴ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മലിനജലം ഒഴുകി വീടിന് സമീപത്തായി കെട്ടിക്കിടക്കുകയാണെന്നും ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം വീട്ടിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ബിന്ദുരാജ് പറഞ്ഞു. വെള്ളം ഇവിടെ കെട്ടി നിൽക്കാതെ ഒഴുകി പോകുന്നതിന് വേണ്ട മാർഗം ഉണ്ടാക്കണമെന്നാണ് ബിന്ദുരാജിന്റെ ആവശ്യം. ഇങ്ങനെ ചാലുണ്ടായിരുന്നതാണ്. ഈ ചാല് ഇങ്ങനെ ഇതിലെ പോയായിരുന്നതാണ്. 10-80 വർഷത്തോളം മുന്നുള്ള ചാലാണ്. അത് ആധാരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ വെള്ളച്ചാല്, ഈ സൈഡ് വെള്ളച്ചാല് എന്ന് എഴുതിയിട്ടുണ്ട്. ആ വെള്ളച്ചാല് ഹോട്ടലുകാരൻ അവിടെ മതിൽ കെട്ടി
ബ്ലോക്ക് ആക്കിയിട്ട് കക്കൂസിൻ്റെ കുഴി, വേസ്റ്റ് ടാങ്ക് ഇതെല്ലാം കൂടി നിർമ്മിച്ചിട്ട് ആ സർക്കാർ സ്ഥലം, വെള്ളച്ചാലായ സ്ഥലം വളച്ചു കെട്ടി അവൻ്റെ സ്വന്തം സ്ഥലമായിട്ട് അവിടെ ബിൽഡിങ് പണിതിട്ട് വെച്ചിറക്കുകയാണ്. ഇതിന് പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ ഒരു 3 വർഷം മുന്നേ പരാതി കൊടുത്തപ്പോൾ ഒരു ലേഡി ആയിരുന്നു സെക്രട്ടറി. അവരോട് ഇതിന് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ 25,000 രൂപ കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഞാൻ തരാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ അവർ ഇതിൽ ഇടപെടലും ഇത് പൊളിക്കാനും ഇത് പൊളിച്ചു മാറ്റാനും ഇതിനൊക്കെ ഉള്ള പറയലെല്ലാം ചെയ്തു പോയി. ഇന്നേ വരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതിനുശേഷം ഒറ്റപ്പാലത്ത് RDOന് പരാതി കൊടുത്തു. RDO നേരിട്ട് വന്ന് ഇവിടെ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളെല്ലാം ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ ഈ വെള്ളം വരുന്നത് ഇപ്പോൾ തിരുവാഴിയോട് സെൻറ്ററിൽ കൂടെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കി ഇവരുടെ ആവശ്യപ്രകാരം വേറെ വഴി കൂടെ, മുണ്ടൂർ തൂത വഴി കൂടെ വന്നിട്ട് ഈ വെള്ളം ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ അഴുക്കുവെള്ളം എല്ലാം കൂടി ഇപ്പോൾ നിലവിൽ കെട്ടി നിൽക്കുന്നുണ്ട്. ഇതിന് എവിടെ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പഞ്ചായത്തിലോ വില്ലേജിലോ പരാതി കൊടുത്താൽ അവർ റോങ് മറുപടി മേലധികാരിക്ക് കൊടുക്കുകയാണ്. അതിന് നടപടി എടുക്കണില്ല. ഈ റോങ് മറുപടി കൊടുത്തതിൻ്റെ തെളിവെല്ലാം ഏത് ഓഫീസർമാരുടെ മുമ്പിലും ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. ഇപ്പം നിങ്ങളുടെ മുമ്പിലും ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ നിലവിലുണ്ട്. ഞാൻ വിവരാവകാശത്തിന് മേടിച്ച എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. ഇതിന് യാതൊരു പരിഹാരമില്ല. ആരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. RDO, ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് ഇതു സംബന്ധിച്ച് പരാതി നൽകിയിരുന്നതായും ബിന്ദുരാജ് പറഞ്ഞു. അലനല്ലൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളിലേക്ക് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിട്ട ഭീമനാട് നാട്ടുകൽ റോഡിൻ്റെ വശങ്ങൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. ഭീമനാട് മുല്ലക്കൽ അമ്പലത്തിന് സമീപം ടാർബാറിൽ വെച്ചാണ് വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇരു പഞ്ചായത്തുകളിലേക്കും വെള്ളം എത്തിക്കാൻ പാതയുടെ ഇരുവശങ്ങളും തുരന്നാണ് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. പൈപ്പിട്ട ശേഷം മണ്ണ് മൂടിയ ഭാഗമാണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നത്. സൈഡ് നൽകുമ്പോൾ വാഹനങ്ങൾ വശങ്ങളിൽ താഴ്ന്നു പോകുന്നത് പതിവാണ്. കൂടാതെ അഴുക്കുചാലിനോട് ചേർന്ന് പൈപ്പിട്ടതിനാൽ പല ഭാഗത്തും പാതയുടെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ടാർബാറിൽ വച്ചാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. കാൽനട യാത്രക്കാർക്കും റോഡിലൂടെയുള്ള യാത്ര ജീവന് ഭീഷണിയാണ്. വീതി കൂട്ടിയുള്ള നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ കോഴിക്കോട് പാലക്കാട് ദേശീയപാത കരിങ്കലത്താണി തൊടുക്കാപ്പ് പാലത്തിനോട് ചേർന്ന് താഴ്ചയുള്ള ഭാഗം വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. ദേശീയപാത നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും സംരക്ഷണ ഭിത്തി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. കോഴിക്കോട് പാലക്കാട് ദേശീയപാത നവീകരണ പ്രവൃത്തികൾ കരിങ്കലത്താണി മേഖലയിലാണ് ആദ്യം പൂർത്തീകരിച്ചത്. എന്നാൽ കരിങ്കലത്താണി തൊടുക്കാപ്പ് തോടിന് കുറുകെയുള്ള പാലത്തിനോട് ചേർന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. റോഡിനോട് ചേർന്നുള്ള കുറച്ചു ഭാഗത്ത് സംരക്ഷണവേലി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പാലം വരെ ഇത് എത്തിച്ചിട്ടില്ല. റോഡിനോട് ചേർന്ന് 15 അടിയോളം താഴ്ചയുണ്ട് തോട്ടിലേക്ക്. രാവും പകലും നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ദേശീയപാതയിൽ അപകടക്കെണിയാവുകയാണ് പാലത്തിനോട് ചേർന്നുള്ള ഈ ഭാഗം. പാതയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച സമയത്ത് ഈ ഭാഗത്ത് ടാർ ബാരലുകളാണ് സംരക്ഷണ ഭിത്തികൾക്ക് പകരമായി നിരത്തി വച്ചിരുന്നത്. വാഹനങ്ങൾ ഇടിച്ചതിനാലും അല്ലാതെയും ഇപ്പോൾ ബാരലുകളും ഇവിടെ നിന്ന് നീക്കം ചെയ്തു. പിന്നീട് റിബൺ കെട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ റിബൺ ഇല്ല, പകരം കെട്ടാൻ സ്ഥാപിച്ച കമ്പി മാത്രമാണുള്ളത്. പാലത്തിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തികൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃക്കടേരി KV കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാല സംഘടിപ്പിക്കുന്ന VKG സാഹിത്യ പുരസ്കാരത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. പാലക്കാട് ജില്ലയിൽ താമസിക്കുന്ന എഴുത്തുകാരുടെ ചെറുകഥാ സമാഹാരത്തിനാണ് ഇത്തവണ പുരസ്കാരം നൽകുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 6 വർഷമായി തൃക്കടേരിയിൽ പ്രവർത്തിച്ചു വരുന്ന KV കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാലയാണ് VKG സാഹിത്യ പുരസ്കാരം സംഘടിപ്പിക്കുന്നത്. 1965 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും തൃക്കടേരി സ്വദേശിയുമായ VK ഗോവിന്ദൻ നായർ എന്ന VKGയുടെ സ്മരണയ്ക്കായാണ് വായനശാലയും VKGയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് 2022 VKG സ്മാരക സാഹിത്യ പുരസ്കാര സമർപ്പണം ആരംഭിച്ചത്. 4ാമത് VKG സ്മാരക സാഹിത്യ പുരസ്കാരമാണ് ഈ വർഷം നൽകുന്നത്. പാലക്കാട് ജില്ലയിൽ താമസിക്കുന്ന എഴുത്തുകാരുടെ 2023, 2024, 2025 വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച മികച്ച ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം നൽകുക. 10,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എഴുത്തുകാർ തങ്ങളുടെ കൃതിയുടെ 3 കോപ്പികൾ സഹിതം 2025 സെപ്റ്റംബർ 25-നകം സെക്രട്ടറി KV കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാല, തൃക്കടേരി PO 671-502 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണെന്ന് വായനശാല പ്രസിഡന്റ് VK രാംമോഹൻ, സെക്രട്ടറി UM ശശീന്ദ്രൻ, പ്രവർത്തക സമിതി അംഗം V മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരുപക്ഷെ തൃക്കടേരിയെ സംബന്ധിച്ചിടത്തോളം തൃക്കടേരി പുറം ലോകം അറിയുന്നതിനുള്ള ഇപ്പോഴത്തെ ഒരു കാരണം ശ്രീ VK ഗോവിന്ദനാഥൻ്റെ നാമധേയം കൂടിയാണ്. മുക്തകങ്ങൾ ആണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
ഒരു പരിധിവരെ ഭക്തകവി എന്ന് എനിക്ക് വേണ്ടി അദ്ദേഹത്തെ പറയാം. അദ്ദേഹത്തിൻ്റെ കവിതകൾ വൃത്തിയുടെയും അതുപോലെ തന്നെ ഒരു പരിധിവരെ വെൺമണി കവിതകളുടെ ഒരു സ്വാധീനം അദ്ദേഹത്തിൻ്റെ കവിതകൾ കാണാം. VK ഗോവിന്ദൻ നായരുടെ പേരുള്ള ഒരു പുരസ്കാരം വായനശാല ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് 2022 ഈ പുരസ്കാരം VK ഗോവിന്ദൻ നായരുടെ പേരിലുള്ള പുരസ്കാരം വായനശാലയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ചേർന്നാണ് ആ പുരസ്കാരം നമ്മൾ അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. KG പുരസ്കാരത്തിൻ്റെ 4ാമത്തെ എഡിഷനാണ് വരാൻ പോകുന്നത്. തൃക്കടീരി KV കാർത്തികേയൻ മാസ്റ്റർ വായനശാല എന്ന് പറയുന്നത് വായനശാലകളുടെ യഥാർത്ഥ ആശയത്തിൽ ഊന്നിത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വായനശാല എന്ന് പറയുന്നത് പുസ്തകങ്ങൾ എടുക്കുക, വായിക്കുക എന്നതിലുപരിയായി ആ പ്രദേശത്തെ ജനങ്ങളുടെ സർഗാത്മകതയെ പോഷിപ്പിക്കുന്ന ഒരിടമായി മാറണമെന്ന കാഴ്ചപ്പാടിന് അനുസൃതമായിട്ട് തന്നെയാണ് വായനശാല മുന്നോട്ട് പോകുന്നത്. അവിടെ ചെസ് പരിശീലന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഗിറ്റാർ പരിശീലനമുണ്ട്, മറ്റ് സംഗീത പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്, ദിനാചരണങ്ങൾ കൃത്യമായി നടക്കാറുണ്ട്. എല്ലാ മാസവും ഏതെങ്കിലും ഒരു സാഹിത്യകൃതിയുമായി അവലംബിച്ചിട്ടുള്ള ചർച്ചാവേദി സംഘടിപ്പിക്കാറുണ്ട്. ആ രീതിയിൽ നാടിൻ്റെ ഒരു കേന്ദ്രമായിട്ട്, നാടിൻ്റെ ഒരു സാമൂഹിക കേന്ദ്രമായിട്ട് നമ്മുടെ വായനശാലയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ അംഗനവാടി പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക ഉദ്ഘാടനം നിർവഹിച്ചു. പരിഷ്കരിച്ച 4 തരം ഭക്ഷണത്തിൻ്റെ മെനു തയ്യാറാക്കി പ്രദർശിപ്പിച്ചു. മുട്ട ബിരിയാണി, വെജിറ്റബിൾ പുലാവ്, അട, കൊഴുക്കട്ട, ന്യൂട്രി ലഡു എന്നിവ തയ്യാറാക്കിയാണ് പ്രദർശിപ്പിച്ചത്. പരിഷ്കരിച്ച ഭക്ഷണത്തിന്റെ മെനു പരിശീലനം കൂടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ക്ഷണിക്കാനും ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനും അവസരം തന്നത് ആദ്യം അതിന്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഓണാഘോഷം എല്ലാവർക്കും അറിയാം, ഓണാഘോഷം തുടങ്ങി. ഇനി ദിവസവും 4-5 ഓണാഘോഷങ്ങളാണ്. നമ്മുടെയൊക്കെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സന്തോഷം പങ്കിടാനുമാണ് എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട്. വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ഹരിദാസൻ, മറ്റ് ജനപ്രതിനിധികൾ, അംഗനവാടി പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. പട്ടാമ്പി GMLP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. വിളംബര ജാഥയും നടത്തി. "120 വർഷം പിന്നിടുന്ന പട്ടാമ്പി GMLP സ്കൂളിലെ വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് സംഘടിപ്പിച്ചത്. സംഗമത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്രയും നടന്നു. പട്ടാമ്പി ഗവൺമെൻറ് UP സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര മേലെ പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂൾ പരിസരത്ത് സമാപിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. 120 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയ മുത്തശ്ശി ഇവിടെ തന്നെ നിലനിൽക്കുമ്പോൾ അത് അറിവിന്റെ വെളിച്ചം പകരുക മാത്രമല്ല, നമുക്ക് അഭിമാനമായി നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി പുതിയ തലമുറക്കും വെളിച്ചം പകർന്നുകൊണ്ട് കെടാത്ത വിളക്കായി ഇവിടെ നിലനിൽക്കുന്നത് നാടിനാകെ അഭിമാനമാണ് എന്നുള്ളതുകൊണ്ട് പട്ടാമ്പി ടൗണിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കടക്കം കുട്ടികളെ പഠിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും സാധാരണക്കാർക്കൊക്കെ എന്നുള്ളതുകൊണ്ട് ഈ വിദ്യാലയം നവീകരിക്കാൻ തീരുമാനിച്ചു. വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ മനോഹരമായ ഒരു കെട്ടിടം, നല്ല മനോഹരമായ ചുറ്റുമതിലും കവാടവും, ആ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു ഓഡിറ്റോറിയം, അപ്പുറത്തൊരു കിച്ചൺ, നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ, അതോടൊപ്പം തന്നെ ഒരു ബസ്, മനോഹരമായ പാർക്ക്, ഇതെല്ലാം MLA ഫണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. മുൻകാല അധ്യാപകരെയും 70 വയസ്സ് പൂർത്തീകരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും സംഗമത്തിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. വൈസ് ചെയർമാൻ TP ഷാജി പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ജനറൽ സെക്രട്ടറി T. അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുരളീധരൻ വേളേരി മഠം, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ N. മോഹനസുന്ദരൻ, TP സക്കീർ ഹുസൈൻ, ലബീബ യൂസഫ്, ശ്രീരേഖ, മൻസൂർ കുന്നത്തേതിൽ, ജബ്ബാർ കോട്ടപ്പുറത്ത്, ക്രിസ്റ്റി C. ഉതുപ്പ്, PM മുസ്തഫ, KN ലത, വിനോജ് കാവുള്ളിത്തൊടിയിൽ, അബൂട്ടി ആലിക്കൽ, സയ്യിദ് അബ്ദുൽ വാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു.
പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവസന്തം 1500 എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന തലത്തിൽ ആചരിക്കുന്ന മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി പട്ടാമ്പി സോൺ കേരള മുസ്ലിം ജമാഅത്ത് മിലാദ് റാലി ഓങ്ങല്ലൂരിൽ നടന്നു. പോക്കുപടിയിൽ നിന്ന് ആരംഭിച്ച റാലി ഓങ്ങല്ലൂർ സെന്ററിൽ സമാപിച്ചു. പട്ടാമ്പി സോൺ പരിധിയിലെ 6 സർക്കിളുകളിൽ നിന്ന് കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SMA, SJM തുടങ്ങി സുന്നി പ്രാസ്ഥാനിക കുടുംബത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്തു. റാലിക്ക് സമാപനം കുറിച്ച് ഓങ്ങല്ലൂർ സെന്ററിൽ നടന്ന യോഗം കേരള മുസ്ലിം ജമാഅത്ത് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. സമസ്ത പട്ടാമ്പി മേഖലാ സെക്രട്ടറി PKA റഷീദ് ഭാഗവി പ്രാരംഭ പ്രാർത്ഥന നടത്തി. SYS സംസ്ഥാന സെക്രട്ടറി ഉമർ ഓങ്ങല്ലൂർ ആമുഖ പ്രഭാഷണവും പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി UA റഷീദ് അസരി പ്രമേയ പ്രഭാഷണവും നടത്തി. സൈദുപ്പ ഹാജി മുടപ്പക്കാട്, ഉമർ ലത്തീഫി കള്ളാടിപ്പറ്റ, മുഹമ്മദ് അലി സായിദി വല്ലപ്പുഴ, ഉസ്മാൻ സഖാഫി കോഴിക്കോട്ടിരി, അൻസറുദ്ദീൻ ഖുതുബി, താജുദ്ദീൻ സഖാഫി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ഹാൻഡിക്രാഫ്റ്റ് വകുപ്പും ഫോക്ലാൻഡ് പയ്യന്നൂരും ചേർന്ന് മണ്ണാർക്കാട് നടത്തിയ തോൽപ്പാവ നിർമ്മാണ പരിശീലനം സമാപിച്ചു. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. 30 വനിതകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ 50 ദിവസത്തെ പരിശീലനമാണ് സംഘടിപ്പിച്ചത്. സമാപന ചടങ്ങ് N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ണാർക്കാട് വിശ്വനാഥ പുലവർ, അദ്ദേഹത്തിൻ്റെ മകൻ വിപിൻ, അതുപോലെ തന്നെ ഭാര്യ പുഷ്പലത, ഇവരെല്ലാം ചേർന്ന് ഈ ഭാഗത്ത് 30ഓളം സഹോദരിമാർക്ക് ഈ കാര്യത്തിലുള്ള പരിശീലനം നൽകി. അവരുടെ കരവിരുതാണ് നമ്മളിവിടെ ഈ കാണുന്നത്. വിവിധ തരത്തിലുള്ള തോൽപ്പാവകൾ. അപ്പോൾ അത് പാവക്കൂത്തിന് ഉപയോഗിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇത് കലാമൂല്യമുള്ള നല്ലൊരു പ്രദർശന വസ്തു കൂടിയാണ്, അലങ്കാര വസ്തുക്കൾ കൂടിയായിട്ട് വീട്ടിലും ഡോറിൽ, അതുപോലെ തന്നെ ചുമരിൽ, വാളിലൊക്കെ ഇത് നല്ല അലങ്കാര വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു. ക്ഷേത്രകലകൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. തീർച്ചയായും നല്ലൊരു കഴിവും കരവിരുതുമാണിത്. ഇത് അന്യം നിന്ന് പോവാതിരിക്കാൻ ആർട്ടിസൻസ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഫോക്ലോർ അക്കാദമി ഒക്കെ സർക്കാർ ലെവലിൽ അതിന് സഹായിക്കുന്നുണ്ട്. ഈ സംരംഭത്തിനും ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഫോക്ലാൻഡിൻ്റെ സഹായമുണ്ട്. ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥയാണ് നമ്മളെ കൂടെയുള്ളത്. ഇന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു. 50 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ഞങ്ങളെല്ലാം ചേർന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. തോൽപ്പാവക്കൂത്ത് കലാകാരൻ വിപിൻ പുലവർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ K. ബാലകൃഷ്ണൻ, ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ ദർശന രാഘവൻ, ദേശീയ പുരസ്കാര ജേതാവ് K. വിശ്വനാഥ് പുലവർ, ഫോക്ലാൻഡ് സെക്രട്ടറി K. സുരേഷ്, ഡോക്ടർ കൃഷ്ണപ്പൻ, KTM ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ AK. മനോജ് കുമാർ, M. പുഷ്പലത, N. രമ്യാദേവി എന്നിവർ പ്രസംഗിച്ചു. പഠിതാക്കൾ നിർമ്മിച്ച പാവകളുടെ പ്രദർശനവും നടത്തി. സേവാഭാരതി കടമ്പഴിപ്പുറം യൂണിറ്റും K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിച്ച വീടിൻ്റെ താക്കോൽ സമർപ്പണം നടന്നു. തലചായ്ക്കാൻ ഒരിടം എന്ന പദ്ധതിയുടെ ഭാഗമായി പുലാപ്പറ്റ കളപ്പാറ നേന്ത്രപ്പുഴ വീട്ടിൽ ശാന്തകുമാരി, സന്തോഷ് എന്നിവരുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ച് നൽകിയത്. വീടിൻ്റെ താക്കോൽ സമർപ്പണം സേവാഭാരതി യൂണിറ്റ് രക്ഷാധികാരി സുധാകരൻ K. കാട്ടാന നിർവഹിച്ചു. സേവാഭാരതി കടമ്പഴിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ഭാസ്കരൻ കിളയിൽ അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരളം സേവാപ്രമുഖ് MC വത്സൻ മുഖ്യപ്രഭാഷണം നടത്തി. 9 വർഷമായി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ കുടിലിലാണ് 7 വയസ്സുകാരി മകളുമായി ഇവർ താമസിച്ചിരുന്നത്. വീടിനുള്ളിൽ പാമ്പ് ഉൾപ്പെടെയുള്ള ശല്യങ്ങളുണ്ടായിരുന്നു. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയുള്ള ഇവരുടെ ജീവിതം വാർത്തയായതിനെ തുടർന്നാണ് സേവാഭാരതി വീട് നിർമ്മാണം ഏറ്റെടുത്തത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷേത്രീയ സേവാപ്രമുഖ് PM രവികുമാർ, PA സുരേന്ദ്രൻ, അച്യുതൻ ഉണ്ണി മുണ്ടൂർ, P. ഗോപകുമാർ, K. ചന്ദ്രമോഹനൻ എന്നിവർ സംസാരിച്ചു. ഷോർട്ട് ന്യൂസ്. കടമ്പഴിപ്പുറം ബഡ്സ് സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്ത്രകുമാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K. ശ്രീലത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ അനീഷ്, സുരേഷ് ബാബു, സജിത, സവിത, ബേബി, വിനോദ്, സിൽവി ജോൺ, CDS ചെയർപേഴ്സൺ പ്രസന്ന എന്നിവർ പങ്കെടുത്തു.
നെല്ലായ ഭീവിപ്പടി മുണ്ടനാംകുരിശി മഹാദേവ ക്ഷേത്രത്തിൽ ഓണത്തോടനുബന്ധിച്ച് നാട്ടിലെ നിർധനരായ ശാരീരിക അവശതകൾ നേരിടുന്ന കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണം ക്ഷേത്രസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടത്തി. മേൽശാന്തി സുരേഷ് എമ്പ്രാന്തിരി, ക്ഷേത്രം സെക്രട്ടറി ദിലീപ്, പ്രതാപൻ മാസ്റ്റർ, ഗോപി, രവി, വിനോദ്, ശങ്കരൻ, മാതൃസമിതി അംഗങ്ങളായ പ്രേമ, രമണി എന്നിവർ പങ്കെടുത്തു. നെല്ലായ മാരായമംഗലം കാസിം മുഹമ്മദ് മുസ്ലിയാർ കോളേജിൽ നബി ദിനാചരണത്തിൻ്റെ ഭാഗമായി റബിയ ക്യാമ്പയിൻ തുടക്കമായി. നബി വചനങ്ങളും സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രിൻസിപ്പൽ സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ജസീൽ, സവാൻ അൻവരി, സുഹൈൽ വഫി, അസ്ലമി, അബൂബക്കർ, വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി. അഖില കേരള എഴുത്തച്ഛൻ സമാജം വാണിയംകുളം പുലാച്ചിത്ര ശാഖയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും പൊതുയോഗവും സംഘടിപ്പിച്ചു. താലൂക്ക് പ്രസിഡന്റ് കെ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ശാഖാ വൈസ് പ്രസിഡന്റ് വി കൃഷ്ണനുണ്ണി അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി രമേശ് കോളേരി മുഖ്യപ്രഭാഷണം നടത്തി. കെ രാമദാസ്, ജയരാജൻ, ശാഖാ ട്രഷറർ പി സേതുമാധവൻ, പ്രേമലത, ആശാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുലിപ്പേടി മാറാതെ പെരിന്തൽമണ്ണ മണ്ണാർമല നിവാസികൾ. സ്ഥിരമായി ഇറങ്ങുന്ന പുലിയെ മയക്കുവെടി വയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. നിലമ്പൂർ സൗത്ത് DFO കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തി. കോങ്ങാട് മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രക്ഷോഭത്തിൽ. തച്ചമ്പാറയിൽ ഏകദിന ഉപവാസം നടത്തി. 25ഓളം വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഓണം വിപണികളിൽ പരിശോധന ശക്തമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, ബേക്കറികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന. അങ്ങാടിപ്പുറത്ത് റോഡിലെ കുഴികളടയ്ക്കൽ പ്രവൃത്തികൾ വൈകുന്നു. മഴയെ പഴിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥർ. കുഴികളുടെ എണ്ണം കൂടുമ്പോൾ ഗതാഗത കുരുക്കും നീളുന്നു. ദുരിതം സഹിക്കുകയല്ലാതെ എന്തു ചെയ്യുമെന്ന് യാത്രക്കാർ. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ വികസനം പഠിക്കാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം. 40 അംഗ സംഘമാണ് പഞ്ചായത്തിലെത്തിയത്. പഞ്ചായത്തിൽ വിവിധ സ്ഥാപനങ്ങളും പദ്ധതികളും സംഘം വിലയിരുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.